ഇന്ന് കണ്ടൊരു ഇൻ്റർവ്യൂ. അജിൻ എന്ന അവതാരകൻ പാട്ടുകാരിയും അഭിനേത്രിയുമായ മനീഷയോട് ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ ആർക്കും കേട്ടിരിക്കാൻ പറ്റില്ല. അത്രയും മോശമായ ചോദ്യങ്ങളാണ് മനീഷയോട് ചോദിച്ചത്. പക്ഷേ കണക്കിന് മനീഷ കൊടുത്തിട്ടുണ്ട്. എങ്കിലും ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഒരു അവതാരകന് എങ്ങനെ അതൊക്കെ ചോദിക്കാൻ പറ്റുന്നത്? ഇനി എല്ലാവരും കൂടി ഒത്തിട്ടുള്ള ഒരു കളിയാണോ എന്നും സംശയമുണ്ട്. കാരണം അവർക്ക് വേണമെങ്കിൽ ഇത് പുറത്ത് വിടാതിരിക്കായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സംശയമുണ്ട്. ഇനി അതല്ല, ഇത് സത്യത്തിലുള്ള ഒരു ചോദ്യങ്ങളായിരുന്നെങ്കിൽ ശരിക്കും മനീഷ അവനെ ഒന്ന് തല്ലാതെ പോയതിലാണ് ഏറ്റവും അമ്പരപ്പ് തോന്നുന്നത്. കാരണം ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിക്കുക, നിങ്ങളുടെ വാതിലിൽ ആരെങ്കിലും മുട്ടിയിട്ട് നിങ്ങൾ തുറന്നു കൊടുത്തിരുന്നോ എന്ന്. നിങ്ങളുടെ വാതിലിൽ ആരെങ്കിലും മുട്ടിയോ എന്ന് ചോദിക്കുന്നത് ഒരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങളത് തുറന്നു കൊടുത്തോ എന്നുള്ളത് എങ്ങനെയോ ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഈ പയ്യന് അത്ര അധികാരവും അത്രയൊരു ധൈര്യം ഉണ്ടായത് എങ്ങനെയാന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിലും ഈ അവതാരകൻ പണ്ടേ ഇങ്ങനെ പല കാര്യങ്ങളും മോശമായി പെരുമാറിയ ഒരാളാണ്. ഡോക്ടർ റോബിനോട് എന്തൊക്കെ മോശമായിട്ട് ഇയാൾ പെരുമാറി. ഡോക്ടർ റോബിനെ പറ്റിയിട്ട് മോശം പ്രചരിപ്പിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാരെ വരിയായി ഇൻ്റർവ്യൂവിൽ വിളിച്ചിട്ട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയും ഡോക്ടർ റോബിനെ പറ്റിയിട്ട് പറയുകയൊക്കെ ചെയ്തപ്പോഴേ ഇയാളെ നമ്മൾ മനസ്സിലാക്കിയതാണ്. ആരുടെ അടുത്ത് കുറ്റമാണെങ്കിലും ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അവതാരകൻ എന്ന നിലയിൽ വളരെ നല്ല ചോദ്യങ്ങളൊക്കെയല്ലേ ചോദിക്കേണ്ടത്. പക്ഷെ ഈ ചോദിച്ച ചോദ്യം മനീഷയോട് വളരെ മോശമായിപ്പോയി. കാരണം ആദ്യം തന്നെ നമ്മളെ പരിചയപ്പെടുത്തുന്നത് ഒരു അമ്മ റോളാണ്. എനിക്ക് ഒരുപാട് കാലത്തെ പരിചയമുണ്ട്, ബിഗ് ബോസിൽ വെച്ചിട്ട് കണ്ടപ്പോൾ തന്നെ. പിന്നെ അങ്ങനെയുള്ള നല്ല ഒരു ഇത് കൊടുത്തിട്ടാണ് ഈ ചോദ്യം മുഖത്ത് നോക്കി ചോദിക്കുന്നത്. മനീഷ ദേഷ്യം പിടിച്ചിട്ട് നല്ലൊരു ഉത്തരം പറയുന്നുണ്ട്. നിന്റെ അമ്മയോടോ പെങ്ങളോടോ ആണെങ്കിൽ നീ ഇത് ചോദിക്കുക. അപ്പൊ അവന്റെ ഭാവം മാറി. എൻ്റെ അമ്മയും പെങ്ങളും ഈ സിനിമാ ഫീൽഡിൽ ഇല്ലല്ലോ, പിന്നെ എന്തിനാ വീട്ടിലിരിക്കുന്നവരെ പറയുന്നത്? അപ്പൊ അമ്മയെയും പെങ്ങളെയും ഒന്ന് ഇതുപോലെ പറയാൻ പോലും വിഷമിക്കുന്ന അവന് ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി, അവൻ്റെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയുടെ മുഖത്ത് നോക്കി ഇത് ചോദിക്കാൻ ഒട്ടും സങ്കോചം ഉണ്ടായില്ലല്ലോ. അപ്പൊ സ്വന്തം കുടുംബത്തിൽ അവർ പറയുമ്പോൾ പൊള്ളുന്നുണ്ടെങ്കിൽ മറ്റു സ്ത്രീകൾക്കും പൊള്ളില്ലേ? അവർക്കും മക്കളും അച്ഛനും അമ്മയും സഹോദരങ്ങളൊക്കെ ഇല്ലേ? അപ്പൊ മുന്നിൽ വന്നിരിക്കുന്ന ആരോടും എന്തും ചോദിക്കാം. അത് വീട്ടിലിരിക്കുന്ന അമ്മയും പെങ്ങളെയും പറ്റി ഒന്ന് പരാമർശിക്കുമ്പം പോലും അവർക്ക് പൊള്ളുന്നു. എന്തുകൊണ്ടാത്? ഒരു അഭിനേത്രിയോട് നിങ്ങൾ വാതിൽ തുറന്നു കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നതിൽ പരം അല്ല, അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ചോദിക്കാം. ഇപ്പം നടക്കുന്ന ഹേമ കമ്മിറ്റിയുടെ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾ അഭിനയിക്കാൻ പോയപ്പോൾ നിങ്ങളുടെ വാതിൽ ആരെങ്കിലും തട്ടിയിരുന്നോ? അത്ര വരെ ഒരു പരിധിയിൽ ചോദിക്കാം. വളരെ മോശമായിട്ടുള്ളൊരു ചോദ്യമായിപ്പോയി. മനീഷ തക്കതായ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അവസാനം വരെ മനീഷ അവിടെ ഇരുന്ന് കൊടുത്തിട്ട് അവസാനം പ്രേക്ഷകർക്ക് നന്ദിയൊക്കെ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. ഇടയിൽ വെച്ചിട്ട് തന്നെ നിർത്തണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു സംശയം, ഇത് റേറ്റിങ്ങിനോ അങ്ങനെ എന്തെങ്കിലും കൂടി രണ്ടുപേരും ചാനലും എല്ലാം കൂടി അറിഞ്ഞിട്ടുള്ള ഒരു കളിയാണോ? അല്ലെങ്കിൽ ഇവർക്കിത് പുറത്ത് വിടാതിരിക്കാമായിരുന്നല്ലോ, അല്ലേ? ആർക്കറിയാം.